ഹലോ മൈ ഡിയർ സി എം എ ക്യാറ്റ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് സി എം എ ക്യാറ്റ് ജൂൺ 25 കഴിഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2 അങ്ങനെ രണ്ട് അക്കൗണ്ടിംഗ് ഉണ്ട്. ഇപ്പൊ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നമുക്ക് നോക്കാം. മൈസെൽഫ് ഇംഗ്ലീഷ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1 വളരെ സിമ്പിൾ ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ടോപ്പിക്സ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിച്ചേക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1 ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ വട്ടവും ഇതൊക്കെ തന്നെ, ഇത്തവണ അതിൽ എളുപ്പമായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം നിങ്ങൾ ഇതൊക്കെ തന്നെയാണോ എഴുതി വെച്ചേക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ മാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓരോ ക്വസ്റ്റ്യനിലൂടെ അതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി. നമുക്കറിയാം കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി കുറച്ച് നമുക്ക് എന്താ കിട്ടുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? അപ്പൊ ആൻസർ ഏതാണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ പ്രോബ്ലം ചോദിക്കാം, കുറെ കറണ്ട് അസറ്റ് തമ്മിൽ കറണ്ട് ലൈബിലിറ്റി ചോദിക്കാം, പക്ഷെ അവർ അങ്ങനെ ചോദിച്ചിട്ടില്ല. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റിയും ഡിഫറൻസ് എന്താണ് പറയുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അടുത്ത, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ഷോൺ ഇൻ. ഫസ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? നമുക്കൊരു എക്സ്പെൻസ് ആയിട്ടുണ്ട്, അതിന്റെ ബെനിഫിറ്റ് 1 ഇയർ പുറത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ, പർച്ചേസ് ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഇങ്ങനത്തെ നമുക്ക് എക്സ്പെൻസ് ആയിട്ടുണ്ട്, ഇതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഈ ഫർണിച്ചർ മേടിച്ചത്, ബിൽഡിംഗ് വാങ്ങിച്ച് നമുക്ക് എവിടെ പോസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ബാലൻസ് ഷീറ്റ് അല്ലേ? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് അല്ലേ പോസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ ആൻസർ ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഷോൺ ഇൻ ദ എവിടെയാണ്? ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, ആസ് പെർ ഡാഷ് ബിസിനസ് എൻറ്റിറ്റി അസ്യൂംഡ് ഹാവ് ഇൻഡെഫിനിറ്റ് ലൈഫ്. ഇൻഡെഫിനിറ്റ് ലൈഫ്. ഓക്കെ, ഒരു ബിസിനസ് ഇൻഡെഫിനിറ്റ് ലൈഫിനെ നമ്മൾ പറയുന്ന ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്? ഓക്കെ, മാച്ചിങ് പറഞ്ഞിട്ടുണ്ട്. മാച്ചിങ് വെച്ചാൽ നമുക്കൊരു ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ഏൺ ചെയ്യാനുണ്ടായ എക്സ്പെൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ? മാച്ച് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതല്ല. അക്കൗണ്ടിങ് പീരീഡ് വെച്ച് എന്താ? ഓരോ പീരീഡ് നമ്മൾ അക്കൗണ്ട്സ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു പീരീഡ്, ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഒരു കൃത്യമായിട്ട് പീരീഡ് എന്ത് ചെയ്യും? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. പിന്നെ ഗോയിങ് കൺസേൺ ഞാൻ പറയാം. ബിസിനസ് എൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താ? ബിസിനസ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ഓക്കെ അല്ലേ? ഓണർ കൊണ്ടുവരുന്ന എമൗണ്ട് അത് ബിസിനസ് ലൈബിലിറ്റി ആയി ട്രീറ്റ് ചെയ്യും, ഓണറിന് ഒരു ക്രെഡിറ്റർ ആയി ട്രീറ്റ് ചെയ്യും. ഇതെല്ലാമാണ് ബിസിനസ് എൻറ്റിറ്റിയിൽ പറയുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ബിസിനസ് റൺ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ബിസിനസ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്. ഇതെല്ലാം ഇതിലാണ് പറയണത്? ഗോയിങ് കൺസേണിലാണ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിലാണ് ഇതെല്ലാം പറയണത്. നമ്മൾ ആ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. കുറെ കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് മാച്ചിങ് ഉണ്ട്, അക്കൗണ്ടിംഗ് പീരീഡ്, ബിസിനസ് എൻറ്റിറ്റി, ഡുവൽ ആസ്പെക്ട്, കൺസർവേറ്റീവ്സം, അങ്ങനെ കുറെ നമുക്ക് കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ആൻസർ ഗോയിങ് കൺസേൺ ആണ് അതിന്റെ ആൻസർ. ഇനി പ്രീപെയ്ഡ് റെന്റ് ഇസ് പ്രീപെയ്ഡ് റെന്റ് ഇസ് നമുക്ക് ഒരു റെന്റ് നേരത്തെ കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ചോദിച്ചത് അസറ്റ് ആണോ ലൈബിലിറ്റി ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഇത് ഏത് അക്കൗണ്ട് വരുന്ന ചോദിച്ചിരിക്കുന്നത്? നമുക്ക് നോമിനൽ അക്കൗണ്ട് അല്ല, റിയൽ അല്ല. നോമിനൽ അക്കൗണ്ട് എക്സ്പെൻസും ഇൻകവും വരും, റിയലിനകത്ത് അസറ്റ്സ് വരും. പിന്നെ റെപ്രസെന്റേറ്റീവ് പേഴ്സൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്ക് പേഴ്സൺസ് അല്ല, പക്ഷെ ലീഗലി അവരെ പേഴ്സണൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിലെ വരുന്നത്? റെപ്രസെന്റേറ്റീവ് പേഴ്സണിലാണ് എന്ത് വരുന്നത്? പ്രീപെയ്ഡ് റെന്റ് വരുന്നത്. പ്രീപെയ്ഡ് റെന്റ് പേഴ്സണൽ റെപ്രസെന്റേറ്റീവിലാണ് എന്ത് അതിൽ വരുന്നത്? പ്രീപെയ്ഡ് റെന്റ്സ് എല്ലാം വരുന്നത്. ഓക്കെ, നമ്മളിത് എന്തിനാ പഠിക്കുന്ന വെച്ചാൽ ട്രഡീഷണൽ റൂളിൽ പഠിക്കും. ട്രഡീഷണൽ തന്നെ നമ്മൾ 3 ക്ലാസിഫൈ, അക്കൗണ്ട്സിനെ 3 ക്ലാസിഫൈ: പേഴ്സണൽ, റിയൽ, നോമിനൽ. ആ പേഴ്സണലിനകത്താണ് എന്താണ്? നാച്ചുറൽ പേഴ്സൺ, പിന്നെന്താണ്? നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, റെപ്രസെന്റേറ്റീവ്. അപ്പൊ ആ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അണ്ടറിലാണ് എന്ത് പറയുക? പ്രീപെയ്ഡ് റെന്റ്സ് ഒക്കെ വരുന്നത്. പ്രീപെയ്ഡ് റെന്റ്, അക്കൗണ്ട് റിസീവബിൾ, ക്യാപ്, അതെല്ലാം എവിടെ വരുന്നത്? റെപ്രസെന്റേറ്റീവ് പേഴ്സണലാണ് വരുന്നത്. പിന്നെ ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അക്കോർഡിംഗ് ടു അമേരിക്കൻ അപ്രോച്ച്. അമേരിക്കൻ അപ്രോച്ച് വെച്ചാൽ മോഡേൺ അപ്രോച്ച്. മോഡേൺ അപ്രോച്ചിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ എത്ര ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? അക്കൗണ്ട്സ് ആർ എത്ര ഡിവൈഡ് ചെയ്യും? നമ്മൾ 5 ആയിട്ട്. എത്ര? 5 കാറ്റഗറി. ഏതൊക്കെയാണെന്നറിയോ? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. അപ്പൊ ഏതാണ്? 5 കാറ്റഗറി ആണ്. അപ്പൊ സ്റ്റഡി മെറ്റീരിയൽ കൃത്യമായിട്ട് കിടപ്പുണ്ട്. ട്രഡീഷണൽ എത്ര ക്ലാസിഫൈ? 3 ആയിട്ട്. എത്ര? മോഡേൺ എത്ര? ആ മോഡേൺ പറഞ്ഞ പേരാണ് അമേരിക്കൻ അപ്രോച്ച്. ഓക്കെ, അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സോഴ്സ് വൗച്ചർ? സോഴ്സ് വൗച്ചർ, സോഴ്സ് ഡോക്യുമെന്റ്. സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇൻവോയ്സ് കിട്ടും. സെയിൽ ചെയ്യുമ്പോൾ ഇൻവോയ്സ് കൊടുക്കും. അപ്പൊ സോഴ്സ് ഡോക്യുമെന്റ് ഏതാണ്? ഇൻവോയ്സ് ആണ്. ഓക്കെ, ബാക്കി നമ്മൾ അക്കൗണ്ട് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്? ബാക്കി ഡോക്യുമെന്റ്സ്, വൗച്ചേഴ്സ് ഒക്കെ. അപ്പൊ ഇൻവോയ്സ് ആണ് എന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ, സോഴ്സ് വൗച്ചർ പറയുമ്പോൾ ഇൻവോയ്സിനെയാണ് എന്ത് പറയുന്നത്? സോഴ്സ് വൗച്ചർ എന്ന് പറയുന്നത്. അടുത്ത, അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കോൺസെപ്റ്റ്.
അസറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. അസറ്റ് എപ്പോഴും റെക്കോർഡ് ചെയ്യുന്ന ഏത് പ്രൈസിലായിരിക്കും? നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, ആക്ച്വൽ കോസ്റ്റ് ഓർ പർച്ചേസ് പ്രൈസ് റെക്കോർഡ് ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു അസറ്റ് വാങ്ങിച്ചു, ഒരു 10,000 രൂപയ്ക്ക് അസറ്റ് വാങ്ങിച്ചു. അത് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി എനിക്കൊരു 2,000 രൂപയും കൂടി ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ മാർക്കറ്റ് പ്രൈസ് 15 രൂപയാണ്. അപ്പൊ ഞാൻ എന്റെ ബുക്കിൽ എത്ര റെക്കോർഡ് ചെയ്യത്തുള്ളൂ? ഈ 10 അല്ല, ഈ 12,000 രൂപ റെക്കോർഡ് ചെയ്യും അല്ലേ? ഒരു അസറ്റ് വാങ്ങിച്ച് അത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ, അത് യൂസ് ചെയ്യാൻ വരെ ഉണ്ടായ എക്സ്പെൻസ് എല്ലാം റെക്കോർഡ് ചെയ്യും. അപ്പം ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് ആണ് ഞാൻ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അപ്പം ആൻസർ ബി ആണ്. 7ന്റെ ആൻസർ ബി ആണ് ആൻസർ. ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഫ് ബേസ്മെന്റ് ഓഫ് കോസ്റ്റിംഗ്. ഒരു ബേസ്മെന്റ് നമ്മൾ കോസ്റ്റ് എന്താ കൺസ്ട്രക്ട് ചെയ്യാണ്, ഒരു ബിൽഡിങ്ങിന്റെ ബേസ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പൊ ഒരു 3,10,000 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, ഫാക്ടറി പ്രമീസസിന്റെ ബേസ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി 3,10,000 ഷുഡ് ബി ട്രീറ്റഡ് ആസ്. നമ്മളത് പണിഞ്ഞു വെച്ചാൽ അതിന്റെ ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ കിട്ടത്തില്ലേ? ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വെച്ച ഒരു എക്സ്പെൻസ് ആയിട്ടുണ്ട്, അതിന്റെ ബെനിഫിറ്റ് 1 ഇയറിൽ പുറത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, വിത്തിൻ 1 ഇയർ ആണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും. അപ്പൊ ഇവിടെ ബേസ്മെന്റ് ഒക്കെ പണിത് 2 ദിവസത്തേക്ക് വേണ്ടിയൊന്നുമല്ലല്ലോ, ലോങ് ടൈം ആയിരിക്കൂലേ. അപ്പൊ എന്താണത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്ലിയർ? അടുത്തത് ഇതെല്ലാം ബേസിക് കോൺസെപ്റ്റ് തന്നെ പറയുന്ന ഏരിയാസ് ആണ്. അടുത്ത ഗുഡ്സ് വെർത്ത് എത്രയാണ്? 2,720 റിട്ടേൺഡ് ബൈ ലാല. ഗുഡ്സ് റിട്ടേൺ ബൈ ലാല. അപ്പൊ എന്ത് റിട്ടേൺ? അത് സെയിൽസ് റിട്ടേൺ അല്ല. അപ്പൊ എൻട്രി എന്താ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ലാല എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റഡ് ലാല അക്കൗണ്ട്. എത്ര എഴുതേണ്ടത്? 2,720. 2,720 ആണ്. ഇതാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷെ ലാലയുടെ അക്കൗണ്ട് എത്ര എഴുതിയിരിക്കുന്നത്? 7,220 റെക്കോർഡ് ചെയ്തില്ലേ? അപ്പൊ ക്രെഡിറ്റ് കൂടിപ്പോയി. നമുക്കറിയാം, നമ്മൾ എൻട്രി എന്താണ് എറേഴ്സ് വഴി സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഡെബിറ്റ് ചെയ്യാൻ വിട്ടു നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടു ക്രെഡിറ്റ് ചെയ്യും. ഡെബിറ്റ് ചെയ്തത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂട്ടാൻ ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്തത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യും. ഡെബിറ്റ് ചെയ്ത് കൂടിപ്പോയാൽ കുറയ്ക്കാൻ ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്ത് കൂടിപ്പോയി ഇല്ല, ക്രെഡിറ്റ് കൂടിപ്പോയി എന്ത് ചെയ്യും? കുറയ്ക്കാൻ ഡെബിറ്റ് ചെയ്യും. ഇവിടെ സംഭവിച്ചു, ലാലയുടെ അക്കൗണ്ട് നമ്മൾ എത്ര എഴുതിയേക്കുന്നത്? ലാലയുടെ അക്കൗണ്ടിൽ എത്ര എഴുതിയേക്കുന്നത്? നമ്മൾ 7,220 അല്ലേ? ക്രെഡിറ്റ് കൂടിപ്പോയില്ലേ? ക്രെഡിറ്റ് കൂടിപ്പോയി. കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ലാല അക്കൗണ്ട് ഡെബിറ്റ് എത്ര രൂപയുടെ കൂടിപ്പോയെ? 7,220 നിന്ന് 2,220 കുറച്ച് 4,500 ഡെബിറ്റ് ചെയ്യണം. 4,500 ഡെബിറ്റ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇത് ലാലയുടെ അക്കൗണ്ടാണ് വിചാരിക്കുക. ഓക്കെ, ലാലയുടെ അക്കൗണ്ടിന് എത്ര ചെയ്യേണ്ടത്? 2,720 പകരം ഞാൻ എത്ര എഴുതി വെച്ചു? 7,220 എഴുതി വെച്ചു. എന്റെ ക്രെഡിറ്റ് കൂടിപ്പോയില്ലേ? ക്രെഡിറ്റ് കൂടിപ്പോയി. കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ആൻസറോട് എന്തോ ചെയ്യേണ്ടത്? ലാല വിൽ ബി ഡെബിറ്റഡ് ബൈ എത്രയാണ്? 4,500. ലാല വിൽ ഡെബിറ്റഡ് ബൈ 4,500. ഓക്കെ, അപ്പൊ 4,500 രൂപയാണ് ആൻസർ. അപ്പം എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദീസ് എറേഴ്സ് അഫക്ട് ഓൺലി 1 അക്കൗണ്ട്? ഓക്കെ, ഈ താഴെ പറഞ്ഞ എറേഴ്സിനകത്ത് ഒരു അക്കൗണ്ടിൽ മാത്രം അഫക്ട് ചെയ്യുന്ന എററാണ് വെച്ചിരിക്കുന്നത്. ഒരു അക്കൗണ്ടിൽ മാത്രം അഫക്ട് ചെയ്യുന്ന എറേഴ്സ് നോക്ക്. എറർ ഓഫ് കാസ്റ്റിംഗ് ഒരു സൈഡിൽ മാത്രം അഫക്ട് ചെയ്യും. പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്തു, അതും എന്താണ്? 1 സൈഡ് എററാണ്, ഒരു അക്കൗണ്ടിൽ മാത്രം വരുന്ന എററാണ്. എറർ ഓഫ് പോസ്റ്റിംഗ്, നമ്മൾ ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യപ്പോൾ എറർ സംഭവിച്ചും, അതും എന്താണ്? ഓൺലി 1 അക്കൗണ്ട് വരുന്നതാണ്. അപ്പൊ എന്താണ് ആൻസർ? ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. ഓൾ ഓഫ് ദ എബോവ്. ഇതെല്ലാം ഒരു അക്കൗണ്ടിനെ മാത്രം ബാധിക്കുന്ന എറേഴ്സ് ആണ്. ഓക്കെ, അത് നമ്മൾ എറേഴ്സ് റെക്ടിഫിക്കേഷൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ പഠിച്ചു കാണും. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് എറേഴ്സ് അഫക്ട് ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യുന്ന എറർ? ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യുന്ന എറർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എറേഴ്സിന് കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എറർ ഓഫ് പ്രിൻസിപ്പൽ അഫക്ട് ചെയ്യുമോ ഇല്ലയോ, എറർ ഓഫ് ഒമിഷൻ അഫക്ട് ചെയ്യുമോ, എറർ ഓഫ് കമ്മീഷൻ അഫക്ട് ചെയ്യുമോ, കോമ്പൻസേറ്റിംഗ് എറർ അഫക്ട് ചെയ്യുമോ, അങ്ങനെ കുറെ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ എറേഴ്സ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ പഠിക്കും ഏത് എറർ അഫക്ട് ചെയ്യും, ഏത് എറർ അഫക്ട് ചെയ്തില്ല പഠിക്കും. നമുക്കറിയാം ഒരു എറർ ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു വണ്ടി പണിയായി, നമുക്കൊരു വണ്ടിയോ എന്ത് കംപ്ലൈന്റ് ആയി, ഫസ്റ്റ് ആ മിസ്റ്റേക്ക്, ആ എറർ എന്താന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്ടിഫൈ ചെയ്യാൻ പറ്റും ഇല്ലേ? എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഉള്ളൂ, ആ എറർ മനസ്സിലായാൽ നമുക്ക് അത് അഫക്ട് ചെയ്യോ അഫക്റ്റിൽ മനസ്സിലാക്കും. അപ്പൊ ഇവിടെ വരുന്നത് മിസ്റ്റേക്ക് ഇൻ ബാലൻസ് ഓൺ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിന്റെ ബാലൻസ് എന്ത് ചെയ്തു? മിസ്റ്റേക്ക് വരുത്തി. ഒരു അക്കൗണ്ടിന്റെ ബാലൻസ് മിസ്റ്റേക്ക് വരുത്തി. ഓക്കെ, ഓമിറ്റ് ടു റെക്കോർഡ് ചെയ്തില്ല. റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ 2 സൈഡിലും ഓക്കെ ആവും. പിന്നെ റെക്കോർഡിങ് റോങ് എൻട്രി സബ്സിഡറി ബുക്ക്. സബ്സിഡറി ബുക്കിൽ റോങ് എൻട്രി എഴുതി വെച്ച് പക്ഷെ റെക്കോർഡ് ചെയ്തേ. അടുത്ത
ഇപ്പൊ 100 രൂപ എഴുതേണ്ട അടുത്ത് ഒരു 1000 രൂപ എഴുതിക്കണം, 1000 രൂപ എഴുതി 100 രൂപ എഴുതിക്കണം. പോസ്റ്റിംഗ് എൻട്രി ഓൺ ദ കറക്റ്റ് സൈഡിൽ എഴുതി വെച്ചാൽ വേറെ അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്നത്, വേറെ അക്കൗണ്ടിന്റെ കറക്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതാണ് വരുന്നത്? മിസ്റ്റേക്ക്, നമ്മൾ ബാലൻസ് മിസ്റ്റേക്ക് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ബാലൻസ് മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസിൽ അഫക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് കാരണം പർച്ചേസ് ബുക്കിൽ ഒരു 1000 പർച്ചേസ് ബുക്കിൽ നമ്മളിപ്പം ഒരു 500 എഴുതി, ഇപ്പൊ ടോട്ടൽ എത്രയാണ്? 1500. അപ്പൊ നമ്മൾ എഴുതിയ സമയത്ത് എമൗണ്ട് മാറിപ്പോ, അല്ലെങ്കിൽ ബാലൻസ് ചെയ്തപ്പോൾ എമൗണ്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അഫക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ കറക്റ്റ് എമൗണ്ട് പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ബാലൻസ് എമൗണ്ട് മാത്രം റോങ് ആയി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യും. അഫക്ട് ചെയ്യുന്ന എററാണ് ഏതാണ്? ബാലൻസ് ചെയ്യുമ്പോഴാണ്, ബാലൻസ് ചെയ്ത മിസ്റ്റേക്ക് വന്ന് നമ്മൾ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യും. അപ്പൊ ആൻസർ എ ആണ് ആൻസർ. അടുത്തത് 50,000 പെയ്ഡ് ആസ് വേജസ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് എ മെഷീൻ ഷുഡ് ബി ഡെബിറ്റഡ് ടു. നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു അസറ്റ് വാങ്ങിച്ചു, അത് വീട്ടിൽ കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ വേണ്ടി അത് ഇൻസ്റ്റോൾ ചെയ്യാൻ വേണ്ടി ഒരു 15,000 രൂപ ബേസ് കൊടുത്തു. അപ്പൊ ഇത് എവിടെ ആഡ് ചെയ്യും? അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ വേണം ആഡ് ചെയ്യാൻ, അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ. അപ്പൊ ഇത് ഇവിടെ എഴുതും. ഇപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 10,000 രൂപയ്ക്ക് മെഷീൻ വാങ്ങിച്ചു, അത് ഇൻസ്റ്റോൾ ചെയ്യാൻ ഒരു 15,000 രൂപയായി. 15,000 രൂപയായെന്ന് പറഞ്ഞാലും എത്രയാ? അപ്പൊ ടോട്ടൽ മെഷീന്റെ കോസ്റ്റ് എത്രയാ പറയുന്നുള്ളൂ? 25,000 നമ്മൾ പറയും. അപ്പൊ ഈ 15,000 രൂപ മെഷീന്റെ കോസ്റ്റിനകത്ത് വേണം ആഡ് ചെയ്യാൻ. അപ്പൊ ഇവിടെ ഷുഡ് ബി ഡെബിറ്റഡ് ടു എവിടെ? മെഷീൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും, മെഷീൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഇനി അടുത്തത് ഇൻ ബാങ്ക് പാസ്ബുക്ക് ദ ഫേവറബിൾ ബാലൻസ് ഇൻഡിക്കേറ്റ്. ഫേവറബിൾ ബാലൻസ് ബാങ്ക് പാസ്ബുക്ക് നമുക്കറിയാം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ഫേവർ ആവണമെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കണം, ഇല്ലേ? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കണം. അപ്പൊ പാസ്ബുക്കിന്റെ ബാലൻസ് ഫേവർ ആണെങ്കിൽ എന്ത് ബാലൻസ് ആയിരിക്കണം? ക്രെഡിറ്റ് ബാലൻസ്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കണം. ക്രെഡിറ്റ് സൈഡ് കൂടിയത് ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് തരാവുന്ന രീതിയിൽ ഇരിക്കും. അപ്പം ക്യാഷ് ബുക്ക് ഫേവർ ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കണം, പാസ്ബുക്ക് ഫേവർ ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കണം. അപ്പൊ ആൻസർ എ ആണ്. ഓക്കെ, ഇത് BRS എന്ന ചാപ്റ്റർ നമ്മൾ അതിന്റെ ബേസിക്സ് പഠിക്കുമ്പോഴേ ഫേവറബിൾ ബാലൻസ് ഒക്കെ പഠിച്ചു തന്നെയായിരിക്കും പോണത്. ഓക്കെ, which of the following statement is correct? Bank record statement is prepared process of accounts. അല്ല. The bank record statement prepared by statutory auditor of the business. അല്ല. ഓക്കെ, the bank record statement prepared any time ആണ്. എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാം? ഡ്യൂറിങ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ഫിനാൻഷ്യൽ നമുക്ക് എപ്പോഴും ബാങ്ക് നമ്മുടെ കയ്യിരിക്കുന്ന ക്യാഷ് ബുക്കും ബാങ്കിന്റെ ബുക്കും തമ്മിൽ ഡിഫറൻസ് വരുവാണെന്ന് തോന്നി നമുക്ക് എന്ത് ചെയ്യാം? BRS പ്രിപ്പയർ, റീകൺസിലേറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്, എപ്പോൾ ആവശ്യമുണ്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BRS പ്രിപ്പയർ ചെയ്യാം. അടുത്ത ഇനി വെൻ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പൊ ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തു, ഡെബിറ്റ് ബാലൻസ് ആണ്, ഇറ്റ്സ് എ ഫേവറബിൾ ബാലൻസ്. ഓക്കെ, അപ്പം ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഒരു ചെക്ക് 5,000 ഡെപ്പോസിറ്റ് ചെയ്ത് 5,000 ബാങ്കിൽ ഡെപ്പോസിറ്റ്, ബാങ്ക് കളക്ട് ചെയ്തിട്ടില്ല. ബാങ്ക് കളക്ട് ചെയ്ത് ബാങ്കിൽ കുറഞ്ഞെടുക്കുമല്ലേ? ബാങ്കിൽ കുറഞ്ഞെടുക്കുക, ക്യാഷ് ബുക്കിൽ കൂടി കിടക്കുക. ഇപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്യാഷ് ബുക്കിലാണെങ്കിൽ നമ്മൾ പാസ്ബുക്കിന് ഭാഗത്ത് ചിന്തിക്കണം. ക്യാഷ് ബുക്കിലാണെങ്കിൽ പാസ്ബുക്കിനെ ഭാഗത്ത് ചിന്തിക്കുക, പാസ്ബുക്കിലാണെങ്കിൽ ക്യാഷ് ബുക്കിനെ ഭാഗത്ത് ചിന്തിക്കുക. നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചേക്കുന്ന അറിയില്ല, ചിലർ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതൊന്നും കുഴപ്പമില്ല. ആൻസർ കറക്റ്റ് കിട്ടിയാൽ മതി. അപ്പൊ ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്താൽ പാസ്ബുക്കിന് ഭാഗത്ത് ചിന്തിക്കുക. പാസ്ബുക്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ അത് കളക്ട് ചെയ്തിട്ടില്ല. അപ്പൊ പാസ്ബുക്ക് കുറഞ്ഞെടുക്കുമല്ലേ? ബാങ്കിൽ കുറഞ്ഞെടുക്കുമല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിഡക്ട് ചെയ്യേണ്ടി വരും. കുറഞ്ഞെടുക്കുന്നതാണ് ഡിഡക്ട് ചെയ്യേണ്ടി വരും. ഡിഡക്റ്റഡ് ബൈ. ഓക്കെ, ക്ലിയർ. ഇനി ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു. അപ്പൊ ആൻസർ മറ്റേ 15ന്റെ ആൻസർ ബി ആണ്. 15 ആൻസർ ബി ആണ്. നോക്കൂ, ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു പ്രോസസ് ഓഫ്. ഇത് കഴിഞ്ഞ തവണയും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണയും ചോദിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു പ്രോസസ് ഓഫ് ഡാഷ് എന്ന് വെച്ചാൽ എപ്പോഴാണ് അസറ്റ് ഡിപ്രീസിയേഷൻ എപ്പോഴാണ് പ്രോസസ് ചെയ്യുന്നത്? അസറ്റ് വാല്യൂഷന് വേണ്ടിയാണോ? അല്ല, അസറ്റ് വാല്യൂഷൻ അല്ല, അസറ്റ് വെരിഫൈ ചെയ്യാനല്ല, ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വാല്യൂ ഓഫ് അസറ്റ് അല്ല. എന്തിനു വേണ്ടി? അതിന്റെ കോസ്റ്റ് അലോക്കേറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണ്? അസറ്റ് ഓവർ ദ പീരീഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്. ലൈഫ് വരെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കോസ്റ്റ് അലോക്കേറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ബി ആണ് ആൻസർ. അപ്പൊ അതിന്റെ ആൻസർ ബി ആണ്. ഓക്കെ, നമ്മൾ ഇത് പഠിച്ച സമയത്ത് നമ്മൾ ഇവിടുത്തെ എക്സാമിന് മുമ്പുള്ള ഒരു ഡിസ്കഷൻ, QP ഡിസ്കഷനകത്തും ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ എക്സ്റ്റേണൽ കോസസ് ഓഫ് നമുക്ക് ഡിപ്രീസിയേഷൻ ചാപ്റ്ററിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്ന കോസസ് ക്ലിയർ ആയിട്ട് പറയുന്നത്. അത് ഇന്റേണൽ കോസസ് ഏതൊക്കെ, എക്സ്റ്റേണൽ കോസസ് ഏതൊക്കെ,
അന്ന് ക്ലിയർ അതിനകത്ത് വരുന്നതാണ് ഈ 3 ഐറ്റം. ഈ 3 ഒബ്സലന്റ്, ഇൻആഡ്വക്കേസി, ടൈം എലമെന്റ്, ഇത് 3ഉം എന്താണ്? എക്സ്റ്റേണൽ കോസസ് ആണ്. ഡിപ്രീസിയേഷൻ ഉണ്ടാവാനുള്ള എക്സ്റ്റേണൽ കാരണങ്ങളാണ്. അപ്പൊ ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബോവ്. ഇനി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ക്ലോസ്ഡ് ആയി, ഇയർ എൻഡിൽ ക്ലോസ് നമ്മൾ എവിടെ പോസ്റ്റ് ചെയ്യും? ഡിപ്രീസിയേഷൻ എവിടെ പോസ്റ്റ് ചെയ്യും? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും ഇല്ലേ? ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് എന്ന് എഴുതും. എന്നിട്ട് ആ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിപ്രീസിയേഷൻ എന്ന് എഴുതി ആ അക്കൗണ്ടിനെ ക്ലോസ് ഡൗൺ ചെയ്യും. പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിപ്രീസിയേഷൻ. അപ്പൊ പി ആൻഡ് എൽ അക്കൗണ്ടിലാണ് എന്ത് ചെയ്തത്? അപ്പൊ ആൻസർ ബി ആണ് ആൻസർ. ഓക്കെ, ഡിപ്രീസിയേഷനിൽ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? ഡിപ്രീസിയേഷനിൽ നിന്ന് 1 2 3 3 4 5 ക്വസ്റ്റ്യനോളം ഉണ്ട് ഡിപ്രീസിയേഷനിൽ നിന്നുണ്ട്. ഓക്കെ, അപ്പൊ 5 മാർക്കിന് ഇത്തവണ ഡിപ്രീസിയേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന്. ക്ലിയർ? അപ്പൊ നോക്കിക്കോ അടുത്ത ക്വസ്റ്റ്യൻ. പ്രോബ്ലം ഇല്ല എന്ന് വിഷമിക്കുന്നവർക്കുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ദ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 40 lakh. ഫർണിച്ചറിന്റെ കോസ്റ്റ് 40 lakh ആണ്. ഫർണിച്ചറിന്റെ കോസ്റ്റ് 4 ഇയർ ലേറ്റർ, 4 ഇയറിന് ശേഷം അതിന്റെ ബുക്ക് വാല്യൂ 8,40,000. ഇപ്പം വില 8,40 ആയിട്ടുണ്ട്. 8,40 ഇപ്പം ബുക്ക് വാല്യൂ ആയിട്ടുണ്ട്. ഓക്കെ, സ്ട്രേറ്റ് ലൈനിലാണ് കണ്ടുപിടിക്കുന്നത്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പൊ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സെയിം അല്ലേ? എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആണ്. അതിന്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പേഴ്സൻറ്റേജ്. അപ്പൊ നിങ്ങൾക്കറിയാം ഡിപ്രീസിയേഷന്റെ പേഴ്സൻറ്റേജ് വെച്ചാൽ റേറ്റ് കണ്ടുപിടിക്കാം. റേറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ റേറ്റ് കണ്ടുപിടിക്കുന്നത് എന്താ? ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 100 എന്നല്ലേ? അല്ലേ? ഡിപ്രീസിയേഷൻ ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 100. നമുക്ക് കോസ്റ്റ് അറിയാം. കോസ്റ്റ് എത്രയാണ്? 14 lakh ആണ് കോസ്റ്റ്. അപ്പൊ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചാൽ പോരെ? ആ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന ഐഡിയ പറഞ്ഞുതരാം. നോക്കിക്കോണേ, ആ ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ ഈ 14 lakhൽ നിന്ന് നമ്മൾ 40 lakhൽ നിന്ന് 8,40,000 കുറയ്ക്കുക. അപ്പൊ എത്ര രൂപ ഇതുവരെ ഡിപ്രീസിയേഷൻ ആയിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര രൂപ എന്ന് പറയുമ്പോൾ 14 ലക്ഷത്തിൽ നിന്ന് 8,40,000 പോകുമ്പോൾ എത്ര വരും? 5,60,000 രൂപയാണ് ഇതുവരെ കുറഞ്ഞിട്ടുള്ള എമൗണ്ട്. എങ്കിൽ ഒരു വർഷം എത്രയാന്ന് നോക്കാം. ഇത് 4 വർഷത്തെ ഡിപ്രീസിയേഷൻ അല്ലേ? 4 വർഷത്തെ ഡിപ്രീസിയേഷൻ. അപ്പൊ എങ്കിൽ ഓരോ വർഷം എത്ര നോക്കാം? ഡിവൈഡ് ബൈ 4 അടിക്കുക. എത്ര കിട്ടും? 1,40,000 ആണ് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ. ഓക്കെ, 14 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു. 8,40,000 രൂപയാണ് ഇപ്പോഴത്തെ വില. അപ്പൊ എത്ര രൂപ ഇതുവരെ കുറഞ്ഞിട്ടുണ്ട്? 5,60,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഈ 5,60,000 4 വർഷത്തെ ഡിപ്രീസിയേഷനാണ്. എങ്കിൽ ഒരു വർഷത്തെ എത്രയായിരിക്കും? 1,40,000. അപ്പൊ ഈ 1,40,000 ഡിവൈഡഡ് ബൈ അസറ്റിന്റെ കോസ്റ്റ് എത്രയാണ്? 40 lakh അല്ലെ? ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 40 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10% ആണ് ഡിപ്രീസിയേഷൻ. 10%. അങ്ങനെ വല്ലതും കണ്ടപ്പോൾ നോക്കി അത് നടക്കും. അപ്പൊ സി ആണ് ആൻസർ. ഓക്കെ, സി ആണ് ആൻസർ. അടുത്തത് വീണ്ടും ക്വസ്റ്റ്യൻ. ഓക്കെ, വീണ്ടും പ്രോബ്ലം ആണ്. ഓക്കെ, ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ 4 lakh. മെഷീന്റെ വില 4 ലക്ഷം രൂപ. റെസിജ്വൽ വാല്യൂ എന്ന് പറയുമ്പോൾ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 8,000 രൂപ. ആൻഡ് ഡിപ്രീസിയേഷൻ ഫോർ ദ 4th ഇയർ. ഡിപ്രീസിയേഷൻ ഫോർ ദ 4th ഇയർ ആസ് പെർ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് 78,400. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ എല്ലാ വർഷവും സെയിം ഡിപ്രീസിയേഷൻ അല്ലേ? ഫസ്റ്റ് ഇയറിലും 78,400 ആയിരിക്കും. ഈ വർഷം അപ്പൊ എല്ലാ വർഷവും 1 2 3 4 വർഷം ഈ 78,400 തന്നെയാണ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അവർ ചോദിച്ചത് യൂസ്ഫുൾ ലൈഫ് എത്രയാണ്? യൂസ്ഫുൾ ലൈഫ് എത്ര? നമുക്കിപ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ 4 lakhൽ നിന്ന് 8,000 രൂപ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 8,000 രൂപ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 4 lakh മൈനസ് 8,000 ചെയ്യുമ്പം 3,92,000 കിട്ടൂലേ? 3,92,000 കിട്ടണം. അപ്പം ഡിവൈഡഡ് ബൈ നമുക്ക് ഈ 78,400 കിട്ടണം. 78,400 കിട്ടണം. ഡിവൈഡ് ബൈ യൂസ്ഫുൾ ലൈഫ് അല്ലേ? യൂസ്ഫുൾ ലൈഫ് ഓരോന്ന് ഇട്ട് നോക്കിയാൽ ആദ്യം 4 ഇട്ട് നോക്കുക, അടുത്ത 5 ഇട്ട് നോക്കുക. അപ്പൊ ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 78,400 കിട്ടും. അത് എല്ലാ വർഷവും. അപ്പൊ ഏതാണ് ആൻസർ? അപ്പൊ യൂസ്ഫുൾ ലൈഫ് 5 ഇയർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ഡിവൈഡ് ബൈ നമുക്ക് ഏതാ അറിയത്തില്ല. 78,400 കിട്ടണം. ഈ 78,400 കിട്ടണമെങ്കിൽ ഓരോ വർഷം ഇട്ട് നോക്കിയാൽ പോരെ. മനസ്സിലാവണ്ടോ? അപ്പൊ നമുക്ക് ആൻസർ കറക്റ്റ് ആൻസർ കിട്ടും. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ റിമൈൻസ് സെയിം.
ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് പ്രിപ്പയർഡ് ടു റീകൺസിൽ ദ ബാലൻസ് ആസ് റിഫ്ലക്റ്റഡ് ബൈ ടു റിലേറ്റഡ് ബുക്സ്. ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് അയക്കാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്ക് ഏതാണ്? ഇപ്പൊ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. ബാങ്ക് റീകൺസിലെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ല, ബാങ്ക് റീകൺസിലേഷൻ. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളവും പാസ്ബുക്കും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കണം. പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ? BRS നിന്ന് ബാങ്ക് റീകൺ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒന്ന് എത്രയായി? 2 1 4 ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യൻ BRS നിന്ന് ഇപ്പൊ ആയിട്ടുണ്ട്. ഡിപ്രീസിയേഷനിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതേ പാറ്റേൺ നെക്സ്റ്റ് ഇയർ തന്നെ വരണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട്? ഇൻടാഞ്ചിബിൾ അസെന്റ് ഏതാടാ? നമുക്കറിയാം, ഗുഡ് വില്ല് ഇൻടാഞ്ചിബിൾ ആണ്. ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്. അപ്പൊ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബോ. ആൻസർ ഓൾ ഓഫ് മൂന്നും എന്താണ്? ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട് ആണ്, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഓക്കെ, അടുത്ത 23 കുറച്ചു പേർക്ക് തെറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ചന്തു പർച്ചേസ്ഡ് 25,000 ഗുഡ്സ് പർച്ചേസ് ചെയ്ത്, അപ്പം ഫോർ ക്യാഷിനാണ് പർച്ചേസ് ചെയ്തത്. 10% ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടി. ട്രേഡ് ഡിസ്കൗണ്ട് എന്തിനാ? ട്രേഡ് ഡിസ്കൗണ്ട് ബൂസ്റ്റ് സെയിൽ ഓർ പർച്ചേസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ആ ട്രേഡ് ഡിസ്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യത്തില്ല. ഇനി പേയ്മെന്റ് കൊടുക്കാൻ നേരത്ത് 5% ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടി. അപ്പൊ നീ എത്ര രൂപയ്ക്ക് ആ ഗുഡ്സ് വാങ്ങിച്ചേക്കെന്ന് ചോദിച്ചാൽ 25,000 രൂപയുടെ ഗുഡ്സ് ആണ്. നമ്മൾ കണ്ടില്ലേ, മറ്റേ സ്റ്റുഡിയോയിലൊക്കെ പോയി ഓഫറിൽ കാണും. അപ്പൊ 25,000 രൂപ ഉണ്ടെങ്കിൽ വെട്ടിയിട്ട് ഇപ്പൊ അത് വാങ്ങിക്കുവാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ഒന്ന് കാണിക്കുമായിരിക്കും. അപ്പൊ നമ്മൾ എത്ര രൂപയ്ക്ക് നമുക്ക് മേടിക്കുന്നത്? അപ്പൊ 25,000 നിന്ന് 10% 25,000 നിന്ന് 10% എത്രയാണ്? 22,500 രൂപയ്ക്കാണ് വാങ്ങിച്ചേക്കുന്നത്. 22,500 രൂപയ്ക്ക് വാങ്ങിച്ചത്. അപ്പൊ ആ ഗുഡ്സിന്റെ വില 22,500 ആണ്. അപ്പൊ നിന്റെ നിന്ന് ക്വിക്ക് പേയ്മെന്റ് കിട്ടാൻ വേണ്ടി അവർ പറഞ്ഞു, നീ കടത്തിന് മേടിക്കുള്ള പുറപ്പാടാ പോയേക്കുന്നത്. അപ്പം പേയ്മെന്റ് ഉടനെ ഇപ്പൊ നീ പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ എത്ര രൂപ കുറച്ച് തന്നാൽ മതി? പേയ്മെന്റ് 5% കുറച്ച് തന്നാൽ മതി. അത് ക്യാഷ് ഡിസ്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യത്തില്ല. അപ്പൊ നീ എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തെന്ന് വെച്ചാൽ 22,500 വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, 24 ശ്രദ്ധിക്കണം. 24 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ശിവയുടെ ഗുഡ്സ് വാങ്ങിച്ച്, പക്ഷെ അത് സെയിൽസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്തു. ഓക്കെ അല്ലേ? പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് അല്ലേ? പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അവിടെ ഇരിക്കട്ടെ. സെയിൽസ് എന്താ? സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പൊ പർച്ചേസിന്റെ ഡെബിറ്റിന് പകരം സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് കയറിയിട്ടുണ്ട് ഇല്ല. പർച്ചേസ് എന്നൊരു എക്സ്പെൻസ് വന്നില്ല, സെയിൽ ചെയ്ത് കുറച്ച്. അപ്പോഴും നെറ്റ് എഫക്റ്റ് സെയിം അല്ലേ? ഫോർ എക്സാമ്പിൾ, പർച്ചേസ് എമൗണ്ട് വന്നില്ല എന്ന് പറയുമ്പോൾ സങ്കടപ്പെടും. പർച്ചേസിനകത്ത് നിന്ന് എക്സ്പെൻസ് വന്നില്ല, അപ്പൊ പ്രോഫിറ്റ് കൂടിയെന്ന് ചിന്തിക്കും. പ്രോഫിറ്റ് കൂടിയെന്ന്. ഓക്കെ, അതിന് പകരം സെയിൽസ് റിട്ടേണിൽ നിന്ന് കയറ്റി. സെയിൽസ് റിട്ടേണിൽ കൊണ്ട് കയറ്റിയാൽ സെയിൽ കുറയൂലേ? സെയിൽ കുറഞ്ഞാൽ പ്രോഫിറ്റ് കുറയൂലേ? അപ്പൊ പർച്ചേസ് വരേണ്ടത് സെയിൽസ് റിട്ടേണിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ സെയിൽ കുറച്ച്. അപ്പം പ്രോഫിറ്റ് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അപ്പൊ ആൻസർ എന്താണ്? നോ എഫക്റ്റ് ഓൺ ഗ്രോസ് പ്രോഫിറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ പർച്ചേസ് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു? പോസ്റ്റ് ചെയ്തു സെയിൽസിൽ നിന്ന് കുറച്ചു. അപ്പൊ പർച്ചേസ് എമൗണ്ട് വന്നില്ല, പകരം ആ എമൗണ്ട് സെയിൽ ചെയ്ത് കുറഞ്ഞു പോയി. സെയിൽ കുറഞ്ഞാലും എന്റെ പ്രോഫിറ്റ് കുറയൂലേ? പർച്ചേസ് വരാത്തോണ്ട് പ്രോഫിറ്റ് കുറഞ്ഞു. സോറി, പർച്ചേസിൽ ആ എമൗണ്ട് വരാത്തത് കൊണ്ട് പ്രോഫിറ്റ് കൂടി നിൽക്കുമല്ലേ? അപ്പൊ അതിന്റെ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത്? സെയിൽസ് റിട്ടേണിൽ കൊണ്ട് റോങ് ആയിട്ട് പോസ്റ്റ് ചെയ്ത്. അപ്പൊ എന്ത് സംഭവിച്ചു? സെയിൽസ് കുറയൂലേ? സെയിൽസ് കുറഞ്ഞാലും പ്രോഫിറ്റ് കുറയും. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? പ്രോഫിറ്റ് കൂടിയിട്ടുമില്ല, പ്രോഫിറ്റ് കുറഞ്ഞിട്ടുമില്ല. ആ എറർ കാരണം ഈ പർച്ചേസ് റെക്കോർഡ് ചെയ്യേണ്ടത് സെയിൽസ് റിട്ടേണിൽ റെക്കോർഡ് ചെയ്താലും ഇവിടെ പ്രോഫിറ്റ് കൂടിയിട്ടുമില്ല, പ്രോഫിറ്റ് കുറഞ്ഞിട്ടുമില്ല. ക്ലിയർ? അപ്പൊ ആൻസർ നോ എഫക്റ്റ് ഓൺ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് ഹാസ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ് ബാങ്ക് അക്കൗണ്ട് സംടൈം ഡെബിറ്റും ആവാം ക്രെഡിറ്റും ആവാം.
അപ്പൊ ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഡെബിറ്റും ക്രെഡിറ്റും ആവാം. അപ്പൊ ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്ന് പറയുമ്പോൾ അത് കിട്ടിയതാണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബാഡ് ഡെറ്റ് റിക്കവേർഡ് കിട്ടുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ബാഡ് ഡെറ്റ് റിക്കവേർഡ് അക്കൗണ്ട് ടു ബാഡ് ഡെറ്റ് അപ്പൊ ബാഡ് ഡെറ്റ് റിക്കവേർഡ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ആൻസർ ഏതാണ്? ഡ്രോയിങ്സ് അക്കൗണ്ട്. ക്യാപിറ്റലിൽ നിന്ന് കുറയുന്ന ഐറ്റം അല്ലേ ഡ്രോയിങ്സ്, അപ്പൊ ഡ്രോയിങ്സ് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ഡ്രോയിങ്സ് ആണ് ആൻസർ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് സൈക്കിൾ? അക്കൗണ്ടിങ് സൈക്കിളിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണെന്ന്? ജേണല്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും എന്തല്ല, ഇതിന്റെ പാർട്ടല്ല. അപ്പൊ ആൻസർ ഏതാണ്? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ആൻസർ. അപ്പൊ ഇത് മൂന്നും അക്കൗണ്ടിങ്ങിന്റെ പാർട്ടാണ്, ബാക്കിയുള്ളതെല്ലാം അക്കൗണ്ടിങ്ങിന്റെ പാർട്ടാണ്. ഓക്കെ. ഇൻഫർമേഷനോ അബൌട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം. നമുക്കറിയാം, ഒരു ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ജേണലാണ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും, പിന്നെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും, പിന്നെ ഫൈനൽ അക്കൗണ്ട്സ്. ഈ ഫൈനൽ അക്കൗണ്ട്സ് ട്രേഡിംഗ് പി ആൻഡിൽ പ്രിപ്പയർ ചെയ്യുന്ന ബിസിനസ് റിസൾട്ട് അറിയാം, പ്രോഫിറ്റ് ഓർ ലോസ് റിസൾട്ട് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്ത്? ട്രേഡിംഗ് പി ആൻഡ്. പൊസിഷൻ അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്ത്? ബാലൻസ് ഷീറ്റ്. അപ്പൊ ആൻസർ ഏതാണ്? ബാലൻസ് ഷീറ്റ് ആണ് ആൻസർ, ബാലൻസ് ഷീറ്റ്. ഓക്കെ. ഇനി ഹെവി അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്, ആ വേർഡ് തന്നെ ഏതായാലും പെട്ടുപോയി. ഹെവി അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് 5 lakh സ്പെൻഡ് ഓൺ ലോഞ്ചിങ് എ കമ്പനീസ് ന്യൂ പ്രൊഡക്റ്റ്. ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി അപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ടിംഗ് അഡ്വർടൈസ്മെന്റ് ഇല്ലേ, ആ അഡ്വർടൈസ്മെന്റ് കാരണം ലോങ് ടൈം ബെനിഫിറ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് വേണ്ടി ഒരു പരസ്യം നമ്മൾ ചെയ്യുന്നു. ആ പരസ്യത്തിന്റെ എഫക്റ്റ് 1 year പുറത്ത് കിട്ടുമെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അതിന്റെ എക്സ്പെൻഡിച്ചർ തന്നെയാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീൽ, അക്കൗണ്ടിങ് AS3 ഡീൽസ്. AS3 നമുക്ക് ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡിമെന്റ് കിടപ്പുണ്ട്. AS1 ഏതിനാണ്, AS2, AS3 ഏതിനാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്, അപ്പം കിടപ്പുണ്ട്. AS3 ചെയ്തത് എതിനെയാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെയാണ്, ക്യാഷ് ഫ്ലോസിനെയാണ് AS3 ചെയ്തത്. ഓക്കെ. ഇനി അപ്പൊ ആൻസർ ഡി ആണ് ആൻസർ. ക്ലിയർ? ഇനി ലെഡ്ജർ ഫോളിയോ സ്റ്റാൻഡ്സ്. ലെഡ്ജർ ഫോളിയോ എവിടെയാണ് കാണുന്നത്? എവിടെയാ? ലെഡ്ജർ ഫോളിയോ കാണും ജേണലിനകത്താണ്. അടുത്തത്, വിച്ച് ദ ഫോളോയിങ് ഈസ് ആർ സബ്സിഡറി ബുക്ക്. ഏതൊക്കെയാണ് സബ്സിഡറി ബുക്ക് എന്നാണ് ചോദിച്ചത്? ഏതൊക്കെയാണ് സബ്സിഡറി ബുക്ക്? സബ്സിഡറി ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ്? ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. ഇതെല്ലാം എന്ത് തന്നെയാണ്? ഇതെല്ലാം സബ്സിഡറി ബുക്ക് തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം. അപ്പൊ ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ. ഓൾ ഓഫ് ദ എബോ തന്നെയാണ് ആൻസർ. ഓക്കെ. അപ്പം സബ്സിഡറി ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാ? ക്യാഷ് ബുക്ക് സബ്സിഡറി ബുക്കാണ്, പർച്ചേസ് ഡേ ബുക്കാണ്. സബ്സിഡറി ബുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേണൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേണലിന് പകരം എഴുതുന്ന ബുക്ക് ഏതൊക്കെയാ? ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, റിട്ടേൺ ഇൻവേർഡ്, സെയിൽസ് റിട്ടേൺ ബുക്ക്. അപ്പൊ ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ? വാട്ട് ഈസ് നീഡ് ഫോർ കമ്പനീസ് ടു മേക്ക് എ ട്രയൽ ബാലൻസ്? ഓക്കെ, ട്രയൽ ബാലൻസ് എന്തിനാ പ്രിപ്പയർ ചോദിച്ചാ? എന്തിനാണ്? ടു ചെക്ക് ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ട്സിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? അത് വെച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ചോദിച്ചാൽ എന്തിനാണ്? ടു ടാലി ക്യാഷ് ആൻഡ് ബാങ്കിനെ ടാലി ആക്കാൻ വേണ്ടി. അപ്പൊ ആൻസർ അല്ല. പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി, അതുമല്ല. ടു ചെക്ക് അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ് ബുക്ക്. അപ്പൊ അതാണ് ആൻസർ. ഓക്കെ. ഇനി ക്ലോസിംഗ് എൻട്രീസ് ആർ പാസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ട്രയൽ ബാലൻസ്. ക്ലോസിംഗ് എൻട്രി നമ്മളിവിടെ ട്രയൽ ബാലൻസിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടാണ്? ക്ലോസിംഗ് എൻട്രീസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഓരോ ലെഡ്ജർ നോമിനൽ അക്കൗണ്ട്സിന്റെ ഒക്കെ എക്സ്പെൻസ് ആയാലും ഇൻകം ആയാലും എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രേഡിംഗിലും ട്രാൻസ്ഫർ ചെയ്യും, പി ആൻഡിലും ട്രാൻസ്ഫർ ചെയ്യും. ക്ലോസിംഗ് എൻട്രീസ് ആർ ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് ആൻഡ് പി ആൻഡിലും ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ. സാലറി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എത്രയാണ്? സാലറി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 88,900 പേ ചെയ്തിട്ടുണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 5 month സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഈ 23-24 സാലറി 88,900 ആണ് സാലറി, ടോട്ടൽ സാലറി. അപ്പൊ അതിനകത്ത് പെയ്ഡും ഉണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങും ഉണ്ട്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എത്രയാണെന്ന്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ 1 year സാലറി 88,900. അപ്പൊ 88,900 എന്ന് ഒരു എത്രയാണ്? 1 yearലല്ലേ? അപ്പൊ ഇത് 1 yearly ആണെങ്കിൽ 5 മാസത്തെ എത്രയാ? അപ്പൊ എത്ര കിട്ടും? അപ്പൊ ഇത് 1 yearലെ സാലറി ആണെങ്കിൽ 5 മാസം സാലറി എന്ന് പറയുമ്പം
37,041.6 വരും. അപ്പൊ 42 എടുക്കുക. അപ്പൊ ആൻസർ 37,042. ഇതാണ് ആൻസർ. ഓക്കെ, ഇനി പറയണത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംഗിൾ സൈഡ് എറർ. സിംഗിൾ സൈഡ് എറർ ആണ്. സെയിൽസ് ഡേ ബുക്ക് കാശ് ഷോർട്ട്. അപ്പൊ സെയിൽസ് ഡേ ബുക്ക് കുറഞ്ഞു. അപ്പൊ സെയിൽസ് ഡേ ബുക്ക് കുറഞ്ഞെടുക്കല്ലേ, അത് ഒരു സൈഡ് വരുന്ന എറർ അല്ലേ. അടുത്ത ക്യാഷ് പെയ്ഡ് ടു സോഗന് ക്യാഷ് കൊടുത്തു, 15,000 കൊടുത്തു, അവന്റെ അക്കൗണ്ടിൽ 1,500. അപ്പൊ അവന്റെ അക്കൗണ്ടിൽ മാത്രം വന്നതല്ലേ, അപ്പൊ അത് സിംഗിൾ സൈഡ് എറർ അല്ലേ. ഓക്കെ, 1,500 റിസീവ്ഡ് ഫ്രം റിച്ചയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് പകരം ഋതുവിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത്. അപ്പൊ ഋതുവും റിച്ചയും തമ്മിലുള്ള ഇതല്ലേ, അപ്പൊ വൺ സൈഡ് എറർ അല്ലേ. ഒരു അക്കൗണ്ടിന് പകരം വേറെ അക്കൗണ്ട്, അപ്പൊ ഒരു അക്കൗണ്ട് സിംഗിൾ സൈഡ് എറർ അല്ലേ. അപ്പൊ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. അടുത്തത് ക്രെഡിറ്റ് സെയിൽസ് ടു ജെതിൻ. ജെതിന് സെയിൽ ചെയ്തു, 6,50,000 സെയിൽ ചെയ്തു. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ജെതിൻ. ജെതിന്റെ 25,000 ഗുഡ്സ് കിട്ടി, ഡിഫക്റ്റീവ് ആയിട്ട് കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സെയിൽ നടന്നിട്ട് ആ 25,000 റെക്കോർഡ് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സോറി, റിട്ടേൺ വന്നാൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ റിട്ടേൺ സെയിൽസ് റിട്ടേൺ വരുമ്പോൾ സെയിൽസിൽ നിന്ന് കുറയൂലേ. അപ്പൊ എന്താ, ഡിഡക്റ്റഡ് ഫ്രം ക്രെഡിറ്റ് സെയിൽ ബൈ 25,000. അത്രേ ഉള്ളൂ. 25,000 ഗുഡ്സ് വിറ്റു, അത് 25,000 ഗുഡ്സ് വന്നു, അത് റെക്കോർഡ് ചെയ്തില്ല. അപ്പൊ റെക്കോർഡ് ചെയ്താൽ പോരെ. അപ്പൊ 25,000 ഗുഡ്സ് എന്ത് ചെയ്താൽ സെയിലിൽ നിന്ന് കുറച്ചു കൊടുത്താൽ മതി. നമുക്കറിയാം. ആൻഡ് അപ്പം ഡിപ്രീസിയേഷനിൽ നിന്ന് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഡിപ്രീസിയേഷനിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 6ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഡിപ്രീസിയേഷൻ 6 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് ആൻ അസറ്റ്. ഡിപ്രീസിയേഷൻ ഓഫ് ആൻ, ഒരു അസറ്റിന്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്തിന് എക്സിഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഡിപ്രീഷ്യബിൾ വാല്യൂന് എക്സിഡ് ചെയ്യാൻ പാടില്ല. ബാക്കി നോക്കണ്ട, സ്ക്രാപ്പ് വാല്യൂയും മാർക്കറ്റ് വാല്യൂ ഒന്നും അല്ല, ഡിപ്രീഷ്യബിൾ വാല്യൂന് എക്സിഡ് ചെയ്യാൻ പാടില്ല. ഇത് ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡിപ്രീഷ്യബിൾ വാല്യൂന് എക്സിഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ എങ്ങനെയാടാ, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം സെയിൽസിൽ നിന്ന്, നമുക്കുണ്ടായ സെയിൽസിൽ നിന്ന് എന്ത് കുറച്ചാ, കോസ്റ്റ് കുറച്ചാൽ പോരെ. അപ്പൊ അതിന് വിളിക്കുന്ന പേരെന്താ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയും, ഇല്ലേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയും. അപ്പൊ ഇക്വേഷൻ എന്താണ്, സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കൊടുത്താൽ മതി, എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ആൻസർ ഡി ആണ്. ആൻസർ ഡി ആണ്. ഇനി അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് അല്ലാത്തത്. ഓക്കെ, ഏതാണ്, ഇൻവെന്ററി ടാഞ്ചിബിൾ ആണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ടാഞ്ചിബിൾ ആണ്, ക്യാഷും ടാഞ്ചിബിൾ ആണ്. അപ്പൊ ഏതാണ്, നമുക്കറിയാം ഗുഡ് വില്ല്, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇതൊന്നും എന്തല്ല, ടാഞ്ചിബിൾ അല്ല, ഇൻടാഞ്ചിബിൾ ആണ്. അപ്പൊ ആൻസർ പേറ്റന്റ് ആണ്. അടുത്തത് വീണ്ടും, അപ്പൊ ഡിപ്രീസിയേഷനിൽ നിന്ന് 7 മാർക്കുള്ള ക്വസ്റ്റ്യൻ. അതുകൊണ്ട് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഗ്രാജുവലി ഡിക്രീസ് എവറി ഇയർ. നമുക്കറിയാം ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഗ്രാജുവൽ ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ 10,000 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു, 10%. അപ്പൊ റേറ്റ് സെയിം ആണ്, 10% റേറ്റ് ആണ്. അപ്പൊ ഇതിലെടുക്കുമ്പോൾ എത്ര രൂപ, ഇതിലെടുക്കുമ്പോൾ ഒരു 1000 രൂപ വരും, ഇല്ല. അപ്പൊ അടുത്ത 9,000 വരും. ഈ 9,000ന്റെ 10% എടുക്കുമ്പോൾ 900 വരും. ഇതെടുക്കുമ്പോൾ എത്ര വരും, ഇതെടുക്കുമ്പോൾ 8,100 വരും. ഇതിന്റെ 10% എടുക്കുമ്പോൾ 810 വരും. കണ്ടോ, ഡിപ്രീസിയേഷൻ ഗ്രാജുവലി കുറഞ്ഞു വരില്ല ഡിപ്രീസിയേഷൻ. അപ്പൊ ഇത് മെത്തേഡാണ് വരുന്നത്, ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് ഇങ്ങനെ വരുന്നത്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ റിമൈൻ സെയിം. അപ്പൊ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഗ്രാജുവലി ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരും, പക്ഷെ പെർസെന്റേജ് സെയിം ആണ്. ഓക്കെ, കണ്ടോ. അപ്പൊ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ ഡിപ്രീസിയേഷൻ ചോദിച്ചേക്കുന്നത്. 7 മാർക്ക് ഇത്തവണ. നമുക്ക് നോക്കാം. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് അസറ്റ് ഡിഡ് നോട്ട് റിക്കവേർഡ് ബൈ AS10. AS10 എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഏതാടാ, പ്ലാന്റ്, ഫർണിച്ചർ, ബിൽഡിംഗ് അല്ലേ പ്രോപ്പർട്ടീസ് ഒക്കെ. അപ്പൊ ഏതാ, ലൈഫ് സ്റ്റോക്ക് ഒന്നും എന്തല്ല, പ്രോപ്പർട്ടി അല്ല. അപ്പൊ ആൻസർ ലൈഫ് സ്റ്റോക്ക് ആണ്. ഓക്കെ, അടുത്തത് ഫൈനൽ അക്കൗണ്ട്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സെയിൽസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ സെയിൽസ് 2,40,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 36,000, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് 45,000 തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്, എത്രയുണ്ട്, 20% ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. ദ എമൗണ്ട് ഓഫ് എന്തിനോടിങ്ങനെ പറഞ്ഞേക്കുന്നത്, ദ എമൗണ്ട് ഓഫ് പർച്ചേസിനോടിങ്ങനെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്.
സെയിൽസ് 2,40,000 അല്ലേ, സെയിൽസ് 2,40,000. അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് എന്നത് ഇപ്പം ഗ്രോസ് പ്രോഫിറ്റ് 20% ഓൺ സെയിൽ അല്ലേ, 20% ഓൺ സെയിലാ ഇല്ലേ. അപ്പം സെയിൽ 100 20% സെയിൽ 100 സെയിൽ 100, പ്രോഫിറ്റ് 20% കോസ്റ്റ് 80. അപ്പൊ ഈ 2,40,000 നിന്ന് ഈ 2,40,000ന്റെ 80% എടുക്കുമ്പോൾ നമുക്ക് എന്ത് കോസ്റ്റ് കിട്ടത്തില്ലേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഈ 2,40,000ന്റെ 80% എടുക്കുമ്പം 1,92,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. നിങ്ങൾക്കറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,92,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് 36,000 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. പർച്ചേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നുമില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 45,000 ആണ് ഇത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ 1,92,000ന്റെ കൂടെ ഇത് മൈനസ് ചെയ്തിട്ട് ഇത് പ്ലസ് ചെയ്താൽ പോരെ. 1,92,000 മൈനസ് 36 പ്ലസ് 45,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2,01,000 കിട്ടും. ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വരച്ച് ചെയ്യുകയും ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ലേ. പർച്ചേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, പർച്ചേസ് കണ്ടുപിടിക്കണം. സെയിൽസ് അറിയാം, ഗ്രോസ് പ്രോഫിറ്റും അറിയാം. അപ്പം ഇത് രണ്ടും കൂട്ടി ഇത് രണ്ടും കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അറിയാം ഇവിടെ സെയിൽസ് നമുക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ആണല്ലോ ചെയ്തൊന്നുമില്ല, ആൻസർ കിട്ടിയാൽ മതി. എങ്ങനെ ഇപ്പൊ സെയിൽസ് 2,40,000 ആണ്, ക്ലോസിംഗ് സ്റ്റോക്ക് 45,000 ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് 36,000 ആണ്, ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് എത്രയാ, ഈ 2,40,000ന്റെ 20% ചെയ്യുമ്പം 48,000 ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ ഇത് രണ്ടും കൂട്ടി ഇത് രണ്ടും കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യണത്. ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം, ആൻസർ കിട്ടിയാൽ മതി. ദ ബാലൻസ് ഷീറ്റ് ഷോസ് ദ, ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് ബാലൻസ് ഷീറ്റ് കാണുന്നത്. അപ്പൊ അങ്ങനത്തെ ആൻസർ കിടപ്പുണ്ട് നോക്കിയേ. ഫിനാൻഷ്യൽ റിസൾട്ട് അല്ല, ഗുഡ്സ് സോൾഡ് ഡ്യൂറിംഗ് ദ പീരീഡ്, അതുമല്ല. അപ്പൊ ഏതാ, ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസേൺ പർട്ടിക്കുലർ ഡേറ്റ്, പർട്ടിക്കുലർ പീരീഡ് ആണ് വരേണ്ടത്, എന്താ സംഭവം അറിയില്ല. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് വരേണ്ടത്. ഇനി ഫിക്സഡ് അസറ്റ്സ് ആർ, ഫിക്സഡ് അസറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിന്റെ ബെനിഫിറ്റ് ലോങ് ടേമിന് വേണ്ടിയല്ലേ. അപ്പൊ അതുകൊണ്ട് റീസെയിൽ അല്ല, കൺവേർഷൻ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പാടാ, അത് ക്യാഷ് ആയിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെ കറണ്ട് അസറ്റ് നമ്മൾ പറയും. അപ്പം ഏതാണ് ആൻസർ, കെപ്റ്റ് ഇൻ ദ ബിസിനസ് യൂസ് ഓവർ എ ലോങ് പീരീഡ് ഫോർ ഏണിംഗ് ഇൻകം. അപ്പൊ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്തോ കാണിക്കുന്നത്, ഫിനാൻഷ്യൽ റിസൾട്ട് ആണ്. എപ്പോഴത്തെ, കൺസേൺ പീരീഡിലെ, ആ പീരീഡിലെ റിസൾട്ടിനെ കാണിക്കുന്നതാണ് എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ പൊസിഷൻ അല്ല, ഫിനാൻഷ്യൽ റിസൾട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സിമിലർ ടു ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് ബുക്കിന് സിമിലർ ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ നേച്ചർ ഐറ്റംസും എടുക്കും, റവന്യൂ നേച്ചർ ഐറ്റംസും എടുക്കും. ക്യാഷ് ബേസിലാണ് റെക്കോർഡ് ചെയ്തത്. ക്യാഷ് ബേസ്, ക്യാഷ് കിട്ടിയ റെസിപ്റ്റ്, ക്യാഷ് പോയ പേയ്മെന്റ്. കിട്ടാനുണ്ട്, കൊടുക്കാനുണ്ട്, അതൊന്നും അക്രൂവൽ ബേസിൽ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം. റെസിപ്റ്റ് ആൻഡ് സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്ക് സമ്മറി ആണ്. അത് റിയൽ അക്കൗണ്ട്, ക്യാഷ് ബുക്ക് റിയൽ അക്കൗണ്ട് അല്ല, അപ്പൊ അത് ഇതും റിയൽ അക്കൗണ്ട് ആണ്. ഇറ്റ്സ് പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു അക്രൂവൽ ബേസിലാണ്. അല്ല, ഇവിടെ എന്തെടുക്കും, ക്യാപിറ്റൽ നേച്ചറും എടുക്കും, റവന്യൂ നേച്ചറും എടുക്കും. അപ്പൊ ഏതാ ആൻസർ, റോങ് ആൻസർ ഏതാണ്, സി ആണ് ആൻസർ, സി. ഓക്കെ, ഏതാണ്, അക്രൂവൽ ബേസ് എടുക്കില്ല. അടുത്തത് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇസ്, ഞാൻ പറഞ്ഞു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സിമിലർ ടു ക്യാഷ് ബുക്ക് അല്ലേ. ക്യാഷ് ബുക്കിന് സിമിലർ ആണെങ്കിൽ അതൊരു റിയൽ അക്കൗണ്ട് അല്ലേ. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പി ആൻഡ് എൽ അക്കൗണ്ട് അല്ലേ. പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതൊരു നോമിനൽ അക്കൗണ്ടിന് ഈക്വൽ അല്ലേ. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് ഏത് അക്കൗണ്ട് ആണിത്,
നോമിനൽ അക്കൗണ്ട്. അത് സിമിലർ ടു പി ആൻഡ് എൽ ആണ്. നമ്മൾ എന്തോ പി ആൻഡ് ഈക്വൽ ആണെങ്കിൽ അത് നോമിനൽ അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ, അടുത്തത് 48. ഇഫ് 50,000 വാസ് എന്ത് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ് എത്ര 15,000. ആൻഡ് ഈ വർഷം കിട്ടിയ എമൗണ്ട് ടോട്ടൽ നമുക്ക് റിസീവ് ചെയ്ത എമൗണ്ട് 1 lakh ആണ് കിട്ടിയത്. 25 സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര രൂപ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു? നമുക്കറിയാം ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 1 year ഇൻകം മാത്രമല്ല, മുൻപ് കിട്ടാനുള്ളത്, ഇപ്പൊ കിട്ടാനുള്ളത്, അടുത്ത വർഷം കിട്ടാനുള്ള എമൗണ്ട് എല്ലാം കൂടി കിട്ടിക്കാണും, റെസിപ്റ്റ് കിട്ടിക്കാണും. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് പോകുമ്പോൾ 1 year ഇൻകം 1 year എക്സ്പെൻസ് മാത്രമേ പോസ്റ്റ് ചെയ്യൂ. 1 year ഇൻകം 1 year എക്സ്പെൻസും. അപ്പൊ റെസിപ്റ്റിൽ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് 1 year ആയിരിക്കില്ല. നമുക്ക് 1 year കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രകാരം കിട്ടിയ എമൗണ്ടിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് ഈ വർഷം കിട്ടാനുള്ള എമൗണ്ട് കൂട്ടും. എന്നിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ് നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. എന്നിട്ട് അഡ്വാൻസിന്റെ ബിഗിനിങ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഈ വർഷം കിട്ടണ്ടേ, കഴിഞ്ഞ വർഷത്തെ ക്ലോസിങ് ഇത്തവണത്തെ ബിഗിനിങ് ആവൂലേ, ബിഗിനിങ് ഉണ്ടെങ്കിൽ കൂട്ടും. അഡ്വാൻസ് എൻഡ് വല്ലതും ഉണ്ടെങ്കിൽ കുറയ്ക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 year ഇൻകവും 1 year എക്സ്പെൻസോ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയത് ടോട്ടൽ എമൗണ്ട് നമുക്ക് 1 lakh കിട്ടി ഇല്ലേ? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 1 lakh ആണ് അല്ലേ? റിസീവ്ഡ് 1 lakh കിട്ടിയിട്ടുണ്ട്. അതില് 1 lakh കിട്ടും. അതിന് 15,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്ങും 25,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് എൻഡും. അപ്പൊ ഇതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ് 15,000 രൂപ, ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ് നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് ആഡ് ചെയ്യും. ഈ അഡ്വാൻസ് ഒന്നുമില്ല. അപ്പൊ ആൻസർ ചെയ്യുമ്പോൾ 1 year ഇൻകം കിട്ടും. 1 lakh പ്ലസ് 25,000 മൈനസ് 15,000 ചെയ്യുമ്പം 1,10,000 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അങ്ങനെ വല്ലതും കിടപ്പുണ്ടെന്ന് നോക്കി. എ. അപ്പൊ എ ആണ് ആൻസർ. അപ്പൊ നമ്മുടെ ആൻസർ എ ആണ്. ക്ലിയർ? ഓക്കെ, അടുത്തതും ഒരു പ്രോബ്ലം ആണ്, പക്ഷെ വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. നോക്കിക്കോ, നമ്മുടെ സ്റ്റോക്ക്, ആവറേജ് സ്റ്റോക്ക്. ഓക്കെ, നമുക്കറിയാം ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുമ്പം ആവറേജ് സ്റ്റോക്ക് 1,20,000 രൂപയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 അല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എന്നത് 30,000, 30,000 മോർ ദാൻ ദ ഓപ്പൺ സ്റ്റോക്ക്. ഓപ്പൺ സ്റ്റോക്ക് എത്ര നമുക്കറിയില്ല. അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഓപ്പൺ സ്റ്റോക്ക് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓപ്പൺ സ്റ്റോക്ക് എത്രയാ? അപ്പൊ നമുക്കറിയാം ആവറേജ് സ്റ്റോക്ക് എന്നത്, ആവറേജ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ? എന്തിന്റെ ആവറേജ് എടുത്താലും അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട്. എത്രയാ? ആവറേജ് 1,20,000 തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിനെ എക്സ് എന്ന് എടുക്കുകയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 30,000 കൂടുതലാണ് എന്ത്? ക്ലോസ് സ്റ്റോക്ക്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എക്സിന്റെ 30,000 ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഡിവൈഡഡ് ബൈ 2. ഇതെങ്ങനെ സോൾവ് ചെയ്യൂടാ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയാൽ സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഇത് ഇൻറ്റു ചെയ്യണ്ടേ? ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2,40,000 റുപ്പീസ് കിട്ടും. 2,40,000 റുപ്പീസ്. ക്ലിയർ? എന്നിട്ട് എത്രയാണ്? 2x പ്ലസ് 30,000 കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക? ഈ 30,000 കുറയ്ക്കുക. അപ്പൊ 2,10,000 സീക്വൽ ടു 2x എന്ന് വരും. ഓക്കെ, അപ്പം 2,10,000 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,05,000 കിട്ടും. അപ്പൊ ആൻസർ, അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് 1,05,000 ആയിരിക്കും. അങ്ങനെ കിടപ്പുണ്ടോ? 1,05,000 എ കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അത് ചെയ്യണത്. ഓക്കെ, ഇനി ഡാഷ് കണ്ടന്റ് ക്ലോസിംഗ് ബാലൻസ് റിയൽ അക്കൗണ്ടിന്റെയും പേഴ്സണൽ അക്കൗണ്ടിന്റെയും ക്ലോസിംഗ്. നോമിനൽ അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ട്രേഡിംഗ് ചെയ്യാനല്ലോ അല്ലേ? നോമിനൽ അക്കൗണ്ട്സിന്റെ ക്ലോസിംഗ് ബാലൻസ് ട്രേഡിങ്ങോ ചെയ്യാനല്ലോ ആയിരിക്കും. അപ്പൊ റിയൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടിങ് ക്ലോസിംഗ് ബാലൻസ് എവിടെ വരുന്നത്? ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിലെ വരും. റിയൽ അക്കൗണ്ട് അസറ്റ് ആണ്, പേഴ്സണൽ അക്കൗണ്ട് അസറ്റ് ലൈബിലിറ്റി ഒക്കെ വരും. അപ്പൊ എവിടെ വരും ഇത്? ബാലൻസ് ഷീറ്റിൽ വരും. ഇനി അപ്പൊ ആൻസർ സി ആണ് ആൻസർ.
അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് മീൻസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ എക്സ്പെൻസ് കൊടുക്കാനുണ്ട്. അപ്പൊ ഒരു എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ലയബിലിറ്റി പറയും. കൊടുത്തില്ല, കൊടുക്കാനുണ്ട്. അപ്പൊ ഇവിടെ നോക്ക്, എക്സ്പെൻസ് പെയ്ഡ് തെറ്റ്, എക്സ്പെൻസ് പെയ്ഡ് തെറ്റ്, എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. എക്സ്പെൻസ് കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തില്ല. അപ്പൊ അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ സി ആണ് ആൻസർ. അടുത്തത് ഇത് നോക്കിക്കോണേ. ഓൾഡ് പ്രൊവിഷൻ ഫോർ കഴിഞ്ഞ വർഷം നമ്മൾ വെച്ച പ്രൊവിഷൻ 13,000. സൺട്രി ഡെപ്റ്റർ 1,50,000. ഇത്തവണത്തെ പ്രൊവിഷൻ 10,000. ഇത്തവണത്തെ പ്രൊവിഷൻ 10,000 സോറി 10% ആണ് ഈ വർഷത്തെ പ്രൊവിഷൻ. 10% ഓൺ ഡെപ്റ്റേഴ്സ്. അപ്പൊ 1,50,000 10% എന്ന് പറയുമ്പം 15,000 രൂപയാണ് ഇത്തവണത്തെ പ്രൊവിഷൻ. 15,000 രൂപ. അപ്പൊ ഈ വർഷത്തെ ന്യൂ പ്രൊവിഷൻ എന്നത് 15,000 രൂപ. പഴയ പ്രൊവിഷൻ എത്രയാണ്? 13,000. ഓക്കെ, 30,000. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ടു ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് വിൽ ബി. ബാലൻസ് ഷീറ്റ് എത്ര റെക്കോർഡ് ചെയ്യും? നമുക്കറിയാം ഡെപ്റ്റേഴ്സ് 1,50,000 ഡെപ്റ്റർ 1,50,000 രൂപയാണ്. അതിന്റെ ഇപ്പോഴത്തെ പ്രൊവിഷൻ 10% ആണ് പ്രൊവിഷൻ. അപ്പൊ 15,000 രൂപ, ഇത് ബാലൻസ് ഷീറ്റാണ് വിചാരിക്കും, ബാലൻസ് ഷീറ്റാണ്. അപ്പൊ 15,000 രൂപയാണ് അസറ്റിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ 15,000 രൂപയാണ് ആൻസർ. 15,000 രൂപയാണ് ന്യൂ പ്രൊവിഷൻ. 15,000 രൂപയാണ് പഴയ പ്രൊവിഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. നമ്മൾ ഇവിടെ പി ആൻഡ് ചെയ്യുന്നിട്ട് പി ആൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? 15,000 രൂപ ന്യൂ പ്രൊവിഷൻ, 13,000 രൂപ പഴയ പ്രൊവിഷൻ. അത് കുറയ്ക്കുമ്പോൾ എത്ര? 2,000 രൂപയാണ് ഇപ്പൊ നമ്മൾ പ്രൊവിഷൻ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ബാലൻസ് ഷീറ്റിനകത്ത് എത്ര നമ്മൾ റെക്കോർഡ് വെച്ചാൽ 15,000 രൂപയാണ്. അപ്പൊ 15,000 രൂപയാണ് ആൻസർ. 15 ആൻസർ. ക്ലിയർ? അടുത്തത് വാട്ട് ആർ ദ 3 കമ്പോണൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം ഒരു ക്യാഷ് ഫ്ലോയുടെ വരവും ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും മനസ്സിലാക്കാൻ 3 ആക്ടിവിറ്റി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, എന്ത് ചോദിച്ചിട്ടില്ല. ഈ ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മിട്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇപ്പോൾ എമൗണ്ട് എത്ര ചോദിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഫ്ലോ ചോദിക്കും, അല്ലെങ്കിൽ ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ ചോദിക്കും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് ചോദിച്ചിട്ടില്ല. ജസ്റ്റ് അതിന്റെ ഓർഡർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെ ആക്ടിവിറ്റി ഇടാം? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ്. അപ്പൊ ആൻസർ ഡി ആണ് ആൻസർ ഡി ആണ്. ജസ്റ്റ് അത് ഏത് ഓർഡർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഏതൊക്കെ ആക്ടിവിറ്റി ഒന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് which of the following is are included in the investing activities of a cash flow statement. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഒരു അസറ്റ് മേടിച്ചു, അസറ്റ് വിറ്റു, ഇൻട്രസ്റ്റ് കിട്ടി, ഡിവിഡൻഡ് കിട്ടി. ഇതെല്ലാം എന്ത് ആക്ടിവിറ്റിയാ? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ആ അസറ്റ് വിറ്റു, നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടി. ഇതെല്ലാം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി പെടുന്നതാണ്. അപ്പൊ ഇവിടെ എന്താ? പർച്ചേസ് ഓഫ് ക്യാഷ്, ഫിക്സ്ഡ് അസറ്റ് വാങ്ങിക്കുന്നു, ഇൻവെസ്റ്റ്മെന്റ് മേടിക്കുന്നു, നമുക്ക് എന്ത്? അസറ്റ് വിറ്റപ്പം പൈസ കിട്ടി, ഡിസ്പോസ് ചെയ്ത പൈസ കിട്ടി. അപ്പൊ ഓൾ ഓഫ് ദ എബോ. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ. ഓൾ ഓഫ് ദ എബോ, ഡി ആണ് ആൻസർ. അടുത്തത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ചാടിക്കയറരുത്. ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ അല്ല. ഡിപ്രീസിയേഷൻ ഓൺ ഫാക്ടറി എക്യുപ്മെന്റ് ഡിപ്രീസിയേഷൻ ആയിട്ടുണ്ട്. ഒരു എക്യുപ്മെന്റ് ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. റിപ്പോർട്ട് ടു ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് ചെയ്തത്. ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇവിടെ ഇൻഡയറക്റ്റ് മെത്തേഡ് സ്റ്റാർട്ട് വിത്ത് നെറ്റ് പ്രോഫിറ്റ്. ഇൻഡയറക്റ്റ് മെത്തേഡ് സ്റ്റാർട്ട് വിത്ത് ഇൻഡയറക്റ്റ് മെത്തേഡിനകത്ത് നമുക്ക് ഈ ഇൻഡയറക്റ്റ് മെത്തേഡ് വരുന്നത് ഏത് ആക്ടിവിറ്റിക്കാണെന്നറിയോ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്കാണ് വരുന്നത്. ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ കേസിൽ ഡയറക്റ്റ് മെത്തേഡിലും ചെയ്യാം, ഇൻഡയറക്റ്റ് മെത്തേഡിലും ചെയ്യാം. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത് നെറ്റ് പ്രോഫിറ്റിലാണ്. നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ നെറ്റ് പ്രോഫിറ്റിനകത്ത്, ഈ ഒരു തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിനകത്ത് നോൺ ക്യാഷ് ഐറ്റം ഡെബിറ്റഡ് ഇൻ പി ആൻഡിലും, ക്യാഷ് എക്സ്പെൻസ് ഒന്നുമല്ല, നോൺ ക്യാഷ് എക്സ്പെൻസ് പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണം നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു കാണും. അപ്പൊ തിരിച്ച് നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടി, ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ്. അപ്പൊ ഇതെവിടെ വരൂടാ? അത് ഇത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി സെക്ഷനിലാണ് ഈ ഡിപ്രീസിയേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ? ഡിപ്രീസിയേഷൻ അവിടെ ഇൻഡയറക്റ്റ് മെത്തേഡ് ചെയ്തത് തന്നെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്കാണ്. ബാക്കി ഇൻവെസ്റ്റിംഗിലും ഫിനാൻസിംഗ് അല്ല, ഡയറക്റ്റ് മെത്തേഡ് മാത്രമേ ഉള്ളൂ, ഒറ്റ മെത്തേഡേ ഉള്ളൂ. ഓക്കെ, അടുത്ത ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഡസ് നോട്ട് ക്രിയേറ്റ് ഫ്ലോ ഓഫ് ഫണ്ട്. ഫണ്ട്
നമ്മളിപ്പം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത് ക്യാഷിന്റെ ഫ്ലോ, ഇൻഫ്ലോ ഔട്ട് ഫ്ലോ. ഓക്കെ, ക്യാഷിന്റെ ഇൻഫ്ലോസും ഔട്ട് ഫ്ലോസും മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഫർണിച്ചർ വാങ്ങിക്കുന്നു, എന്തോ ക്യാഷ് ഔട്ട് ഫർണിച്ചർ, അപ്പൊ ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്. എക്യുപ്മെന്റ്, പർച്ചേസ് ഓഫ് ഓഫീസ് എക്യുപ്മെന്റ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഫീസ് എക്യുപ്മെന്റ് ഓൺ ക്രെഡിറ്റിന് വാങ്ങിച്ച്, എന്തിന് നമ്മൾ എന്തോ മേടിച്ചത്, ക്രെഡിറ്റിന് വാങ്ങിക്കുകയാണ്. അപ്പൊ കടത്തിന് ഓഫീസ് എക്യുപ്മെന്റ് മേടിച്ചാൽ അത് എന്ത് വരുന്നില്ല, ക്യാഷിന്റെ ഇൻഫ്ലോ വരുന്നില്ലല്ലോ, പൈസ കൊടുത്തല്ലോ വാങ്ങിച്ചത്, അപ്പൊ അതിന്റെ ഇൻഫ്ലോ വരുന്നില്ല. അപ്പൊ ബി ആണ് എന്റെ ആൻസർ. ഓക്കെ, ബി ആണ് എന്റെ ആൻസർ. അടുത്തത് നോക്കിയോ, അടുത്തത് ഏണിംഗ് പെർ ഷെയർ. അടുത്തത് ഏണിംഗ് പെർ ഷെയർ ആൻഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഇതേതാണ് റേഷ്യോ എന്ന ചാപ്റ്റർ വരുന്ന റേഷ്യോ. ഏണിംഗ് പെർ ഷെയർ ആൻഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഓക്കെ, ഏണിംഗ് പെർ ഷെയർ ഇ പി എസ്, നമ്മുടെ ഏണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിന്റെ ഏണിങ്സ് 6 ആണ്. അതിന്റെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എന്ന് പറയുമ്പോഴത്തേക്ക് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 50 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന പ്രൈസ് ഏണിംഗ് റേഷ്യോ. ഈ പ്രൈസ് ഏണിംഗ് റേഷ്യോ ഇക്വേഷൻ എന്താണ്, MPS ഡിവൈഡഡ് ബൈ EPS എന്നാണ്. MPS മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏണിംഗ് പെർ ഷെയർ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 30, ഏണിംഗ് പ്രൈസ് പെർ ഷെയർ 6. അപ്പൊ എത്രയാണ് ആൻസർ, പ്രൈസ് ഏണിംഗ് റേഷ്യോ എത്രയാണ്, 5 ആണ്. 5 ആൻസറോടൊപ്പം നോക്കിയേ, 5 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ. ഈ പ്രൈസ് ഏണിംഗ് റേഷ്യോ എപ്പോഴും ചോദിക്കുന്നതാണ്. ചിലപ്പോൾ റേഷ്യോ മാത്രം ചോദിക്കും, റേഷ്യോ MBS ഡിവൈഡ് ബൈ EPS, അങ്ങനെ റേഷ്യോ മാത്രം ചോദിക്കാറുണ്ട്. കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ, റേഷ്യോസ് ചോദിക്കാറുണ്ട്, അതിന്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ദ ടേം സൂപ്പർ ക്യുക്ക് അസറ്റ് മീൻസ്. ക്യുക്ക് അസറ്റ് മീൻസ്, ഇവിടെ ക്യുക്ക് അസറ്റ് എന്ന് പറയുമ്പം ഈ നമ്മുടെ കറണ്ട് അസറ്റിൽ നിന്ന് ഇച്ചുടി, കറണ്ട് അസറ്റ് ലിക്വിഡ് അസറ്റിലെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മോർ ലിക്വിഡ്, ഇച്ചുടി ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യുക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്താൽ മതി, കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ച് കളഞ്ഞാൽ മതി. ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസ് കുറച്ച് കളഞ്ഞാൽ മതി. അപ്പൊ ഏതൊക്കെയാണ്, ബോത്ത് A ആൻഡ് B ആണ് ആൻസർ. സ്റ്റോക്കും ഇൻവെന്ററി ആകുമ്പോൾ സ്റ്റോക്ക് ആട്ടോ, ഇൻവെന്ററി സ്റ്റോക്ക് ആണ് ഉദ്ദേശിച്ചത്, ഇൻവെന്ററി. അപ്പൊ സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെ കുറച്ചുകൂടെ നമുക്ക് എന്ത് കിട്ടും, ക്യുക്ക് അസറ്റ് കിട്ടും. അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ അണ്ടർ വരാത്ത ഇതേതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് അതൊരു ഇതിലൂടെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ റേഷ്യോ ക്ലാസിഫിക്കേഷൻ കണ്ടോ. അപ്പൊ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, ഫിനാൻഷ്യൽ റേഷ്യോ. അപ്പൊ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ അണ്ടർ വരാത്ത എന്തൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു കുറെ ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ്, അങ്ങനെ ഇത്ര റേഷ്യോ. നമുക്ക് ഏതൊക്കെ റേഷ്യോ ഉണ്ട് നോക്കാം. ഓക്കെ, കണ്ടോ, നോക്കൂ, ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, എക്സ്പെൻസ് റേഷ്യോ. അപ്പൊ അത് മൂന്നും പ്രോഫിറ്റബിൾ റേഷ്യോയിലുണ്ട്. പിന്നെ എന്തോ ഇത് പറഞ്ഞേക്കുന്നത്, ഇൻട്രസ്റ്റ് റേഷ്യോ ഇല്ലേ, ആ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഒക്കെ ഏതാടാ, ഷോർട്ട് ടൈം സോൾവൽ ഫിനാൻഷ്യൽ റേഷ്യോയിൽ വരുന്നില്ലേ. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പ്രോഫിറ്റബിൾ റേഷ്യോയിൽ വരുന്നതല്ല. അപ്പൊ ആൻസർ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. അപ്പൊ ഈ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ് ആൻസർ. അത് ഫിനാൻഷ്യൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയിൽ വരുന്നതല്ല. ഇത് ലാസ്റ്റ് ഐറ്റം. അടുത്തത് ദ സ്റ്റോക്ക് നോക്കിയോ. ദ സ്റ്റോക്ക് 1,50,000, ഡെപ്റ്റർ 2,30,000, ക്യാഷ് ആൻഡ് ബാങ്ക് 40,000, ഡിബഞ്ചർ 1,00,000, ക്രെഡിറ്റേഴ്സ് എത്രയാണ് 2,00,000 തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കണം. കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് റേഷ്യോ എന്നൊരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റി റിലേഷൻ കാണിക്കുകയാണ് കറണ്ട് റേഷ്യോ. അപ്പൊ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ് ചെയ്യേണ്ടത്. അപ്പൊ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ, സ്റ്റോക്ക്, ഡെപ്റ്റർ, ബാങ്ക്. അപ്പൊ അത് മൂന്നുമാണ് കറണ്ട് അസറ്റ്. അപ്പൊ 1,50,000 പ്ലസ് 2,30,000 പ്ലസ് 40,000 ചെയ്യുമ്പം 4,20,000 കറണ്ട് അസറ്റ് വരും. ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി, ഡിബഞ്ചർ ഒക്കെ ലോങ് ടൈം ലൈബിലിറ്റി ആണ്, ക്രെഡിറ്റേഴ്സ് മാത്രമാണ് കറണ്ട് ലൈബിലിറ്റി. അപ്പൊ 2,00,000 ആണ് കറണ്ട് ലൈബിലിറ്റി. അപ്പൊ 4,20,000 ഡിവൈഡ് ബൈ 2,00,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2:1:1 എന്ന് വരും. 2.1:1. അപ്പൊ ആൻസർ ഏതാണ്, 2.1:1. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്, ഇതൊക്കെ തന്നെയാണ് ആൻസർ. അപ്പൊ ചില
അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്കറിയാം MCQ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ MCQ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്ര ഡെപ്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല. ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ചോദിക്കാനൊന്നും പറ്റത്തില്ല. 8 മാർക്കിനൊന്നും വലിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 1 മാർക്കിന്, അപ്പൊ 1 മാർക്കിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. മിക്കതും ഷോർട്ട് നോട്ട്സ് എഴുതിയും അല്ലെങ്കിൽ കാൽക്കുലേറ്റർ തന്നെ ആൻസർ കണ്ടുപിടിക്കാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് MCQ ലെവലിൽ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ടോപ്പിക്. ഇതിൽ കുറെ തിയറീസ് ഉണ്ട്. അത് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഓരോ ചാപ്റ്റർ വായിക്കുമ്പോൾ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കീ പോയിന്റ്സ് കിട്ടും. മനസ്സിലുണ്ടോ? അതിൽ നിന്ന് തന്നെയാണ് MCQ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. നമ്മളിവിടെ എക്സാമിന് മുമ്പായിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് ഉണ്ട്. ഡിപ്രിസിയേഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത്തവണ ഡിപ്രിസിയേഷൻ ചോദിച്ചു, അടുത്തോളം ഡിപ്രിസിയേഷൻ കൂടുതൽ പഠിക്കാമെന്ന് വിചാരിക്കരുത്. അത്തോളം മാറ്റി ചോദിക്കും. ഓക്കെ, കാരണം ഇവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും അധികം ചോദിച്ചിട്ടില്ല. ജസ്റ്റ് അത് കമ്പയർ ചെയ്യാൻ അതിൽ വരുന്ന ആക്ടിവിറ്റീസ് ജസ്റ്റ് ഇൻക്ലൂഡ് എക്സ്ക്ലൂഡ് ചെയ്യാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പം FA1 വളരെ സിമ്പിൾ ആണ്. നമ്മൾ FA2 നോക്കുമ്പോൾ FA2 ഇതുപോലെ തന്നെയാണ്. അധികം പ്രോബ്ലം വന്നിട്ടില്ല. പക്ഷെ സ്റ്റഡി മെറ്റീരിയലുള്ള എല്ലാ മുക്കുമൂലം അരിച്ചു പറക്കി അവന്മാർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, FA1 വളരെ എളുപ്പമായിരുന്നു. ഈസി ആയിട്ട് നമുക്ക് 60 മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. ഓക്കെ, ഇനിയിപ്പോൾ കഴിഞ്ഞു. ഇത് പഠിക്കുക. ഇനിയുള്ളത് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇതൊക്കെ തന്നെയാണ് മാർക്ക് നോക്കുക. നിങ്ങളുടെ മാർക്ക് ഇപ്പം എത്രത്തോളം കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ മെജോറിറ്റി എല്ലാ ഒരു 40 above 35 above അടിക്കാൻ പറ്റുന്നതാണിത്. ഓക്കെ അല്ലേ? ഫുൾ മാർക്ക് അടിക്കാൻ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പം ഒക്കെയാണോ വിശ്വസിക്കുന്നു. ഇതൊക്കെ തന്നെയാണോ നിങ്ങൾ മാർക്ക് ചെയ്യാൻ ജസ്റ്റ് നോക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.